നമോ ഭഗവതേ വാസുദേവായ. ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. ശ്ലോകം 1, 2, 3. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദുദിതോ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യാം സുതമർഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്ഥിരോ ദധാ ബർഹിഷി വിശ്വമൂർത്തേ നാഭിപ്രിയായാമഥ മേരുദേവ്യാം ത്വമംശദോ ഭൂർഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദഃ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാത് ഉദിതഃ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ തവാപ്ലസേവ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ അഭിഷ്ടുതഃ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈഃ പ്ലസ്ത്വം മുനീശ്വരൈസ്ത്വം രാജ്ഞഃ സ്വതുല്യം സുതം പ്ലസർത്ഥ്യമാനഃ സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേ അഹം ഇതി ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ നാഭിപ്രിയായാം നാഭിപ്രിയായാമഥ മേരുദേവ്യാം ത്വം പ്ലസംശതഃ പ്ലസ് അഭൂഃ പ്ലസ് ഋഷഭാഭിധാനഃ ത്വമംശദോ ഭൂർഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദഃ. രണ്ടുപേരെയും ചേർന്ന് സമസ്തപദം. അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാശേഷജനപ്രമോദഃ. ഹരേ കൃഷ്ണ. ഋഷഭയോഗീശ്വരനോട് ചരിത്രമാക്കും இந்த 20வது ദശകത്തില് മറത്. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പാൽപായസം ചൊല്ലുക സാധാരണ. അത് സാധാരണ എല്ലാം പദ്യരൂപത്തിലേ ആക്കും. இந்த പഞ്ചമസ്കന്ധം മാത്രം ഗദ്യരൂപത്തിലേ ആക്കും ഇരിക്കും. ഗദ്യം തന്നെ പ്രോസ്, പദ്യം പോയട്രി. അപ്പോൾ അന്തമാതിരി വാശിക്കത്ത് കൊഞ്ചം കഷ്ടமான ഒരു സ്കന്ധമാക്കും പഞ്ചമസ്കന്ധം. പുതുശ ആരംഭിക്കപ്പെട്ടവണ്ണം കൊഞ്ചം ഭയപ്പെടുക அந்த പഞ്ചമസ്കന്ധം വാശിക്കത്തേക്ക്. ஆனால் ரொம்ப ஈஸியாக்கும். നമ്മൾ எப்படி പഠിക്കണം தெரிஞ்சாയിച്ചാൽ. ഇപ്പോൾ സ്വയംഭൂമനുക്ക് 3 പൊണ്ണ് 2 പിള്ളை ജലിച്ചൊന്ന അതിലെ ദേവഹൂതിയോട് കഥ നമ്മൾ മുതലേ കേട്ടോ. അത് കഴിഞ്ഞ് പ്രസൂതി ദക്ഷ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത അതിലെന്താക്കും സതീദേവിയോട് ഉണ്ടാനതും അതേമാതിരി നമ്മളെന്താ ദക്ഷയാഗം കഥയെല്ലാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഉത്താനപാദങ്കര പയ്യൻ ആഹൂതിങ്കര ദേവിയെ പറ്റി ജാസ്തി ചൊല്ലിയിട്ടില്ലേ. അവളോടുക്ക് ഭഗവാനെ പുള്ളയാ പിറந்தாർ அப்படி சொல்லி ரொம்ப சின்னதா மைன்யூட்டா தான் சொல்லி விடுறான். அதுக்கப்புறம் உத்தானபாதங்கிற பையனோட கதை பார்த்தோம். துருவ சரிதம் அதில் வந்தது. ഇനി മിച്ചമിരിക്കപ്പെട്ട
പ്രിയവ്രതങ്കര പുത്രനോട് കഥയാക്കും ഇങ്ങനെ വരപ്പെട്ടത്. പിന്നെ പ്രിയവ്രതൻ ആദ്യം എന്നെ പെണ്ണിനായിരുന്നു, എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന് ചൊല്ലി ഭഗവാൻ ആരാധന പണ്ണ പോറേം ചൊല്ലി പോനവരൊക്കെ. അപ്പോൾ ഇതിലെ ചൊല്ലപ്പെട്ടത് അപ്പടി നമ്മൾക്ക് എന്നെല്ലാം നമ്മൾ ചെയ്യർത്തുക്കുണ്ടോ, എന്നെല്ലാം അനുഭവങ്ങൾ നമ്മൾക്കുണ്ടോ അതെല്ലാം മുടിച്ചാത്താൻ നമ്മൾക്ക് ഇങ്ങേത് പോഹ മുടിയുന്നതാക്കി ഇങ്ങനെ കാട്ടപ്പെട്ടത്. ഇവരാദ്യം എനിക്ക് വിവാഹമേ വേണ്ടാന്ന് ചൊല്ലി ഭഗവാനെ തപസ് പണ്ണ പോന്നതാക്കുന്നത്. രാജ്യം രാജ്യഭാരം ഇതിലെല്ലാം എന്താ വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥന പണ്ണ മുടിയാതെ, എന്നാൽ എനിക്കിതെല്ലാം വേണ്ടാന്ന് ചൊല്ലി അവർ തപസ് പണ്ണ പോന്നവരാക്ക്. ബ്രഹ്മാവ് ചൊല്ലി കൂട്ടിന്ന് പറയാൻ മനുക്ക് ரொம்ப കഷ്ടമായിരിക്കും. എന്നാ ബ്രഹ്മ സൃഷ്ടി പണ്ണ് ചൊല്ലിയിട്ടല്ലോ സ്വയംഭൂവ മനുവ ശതരൂപാവ്യം പണ്ണിനെ പിങ്ക വന്നയച്ചാൽ എന്താ പയ്യൻ ചൊന്നാ കേക്കറില്ലേ அப்படின்னு கொஞ்சம் മനസ്സ് വരുത്തമായിരുന്നത്. അപ്പം അവനെ ബ്രഹ്മാട്ട ചെന്നപ്പോൾ ബ്രഹ്മാരിക്ക് പോയി அந்த പ്രിയവ്രതൻ്റെ പോയി, നീ ഇപ്പടിയെല്ലാം ഇരിക്കപ്പെടാതെപ്പാ, നീ രാജ്യം ഭരിക്കണം അപ്പടിന്നെല്ലാം ചൊല്ലി തിരുപ്പി കൂട്ടിന്ന് പറയാം. തിരുമ്പി വന്നവർ 2 കല്യാണം പണിന്താരും ചൊല്ലുക. അതെല്ലാം കഴിഞ്ഞിട്ട് കടശ്ശേരി സ്ഥലം വിട്ടു പോവുകയും ചെയ്ത് കല്യാണം പണിന്താലിട്ട് അതിലേ ചേർന്നിരിക്കുന്നതില്ലേ, എന്താ ഒരു പറ്റതില വറതില്ലേ, അതിലെ ബന്ധമാ വറതില്ലേ അത്. അപ്പടി അതൊക്കെ എന്താ പ്രിയവ്രതനോട് കഥ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്ര രാജാത് ഉദിതനാഭിഹീഹി തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ ഇഷ്ടിമധ്യേ ഇഷ്ടദം ത്വാം ദൃഷ്ടവാൻ. പ്രിയവ്രതനോട് പുത്രൻ ആഗ്നീന്ദ്രൻ, ആഗ്നീന്ദ്രൻ രാജാവിലെ പിറന്ന പുത്രൻ നാഭി, അതിന് പ്രിയവ്രതനോട് പേരൻ നാഭി. അവർക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തുക വേണ്ടി യാഗമെല്ലാം പണ്ണറ. തവ തുഷ്ടി, ഭഗവാന് തുഷ്ടി പണ്ണർത്തുക സന്തോഷപ്പെടുത്തുക വേണ്ടി കൃതയജ്ഞ കർമ്മ യാഗം പണ്ണിനർ. அந்த ഇഷ്ടി മധ്യേ, ഇഷ്ടി എന്ന എന്താ യാഗ ഹോമകുണ്ടം ഇരിക്കെ, അഗ്നി ഇരിക്കപ്പെട്ട ഇടം. அந்த ഹോമകുണ്ടത്തിലേന്ത് ഇഷ്ടതം ത്വാം ദൃഷ്ടവാൻ, അഭീഷ്ടങ്ങളെല്ലാം കൊടുക്കപ്പെട്ട അന്ത ഭഗവാന് അന്ത ഋത്വിക്കുകളെല്ലാം പാക്കറാള. ആരെല്ലാം ഹോമം മണ്ണൊക്കാന്താളോ അവായിരിക്കെ അന്ത ഋഷിമാരിക്കെ പ്രാർത്ഥന പണി അതില് ഭഗവാന് മുന്നാടിയെല്ലാം അത്ര നിഷ്ഠയോടെ ഹോമങ്ങളെല്ലാം പണ്ണർത്തെ അതില് ഭഗവാൻ പ്രത്യക്ഷമായി വരുവർ എന്നുള്ളതാക്കും. വിശ്വമൂർത്തെ തത്ര മുനീശ്വരൈഹി അഭിഷ്ടുതഃ. യാഗമധ്യത്തില് ഭഗവാൻ സർവസ്വരൂപനാന ഭഗവാൻ അങ്ക വന്നതും രാജ്ഞഃ സ്വതുല്യം സുതം അധ്യമാനഃ ത്വം. ഋഷിമാർ കേക്കറാളാം ഭഗവാനെ ഒങ്കളമാതിരി ഒരു പുത്രൻ രാജ നാഭിരാജാക്ക് കടയ്ക്കണം അപ്പടിന്ന് ചൊന്നപ്പോ ഭഗവാനെ മാതിരി ആരിപ്പ ഭഗവാൻ മാത്രം ഇരിപ്പൻ. വേറെ ആരെല്ലാം ഭഗവാനോട് വേഷം കിട്ടിനാലും ഭഗവാനൊക്കൊപ്പമാഹാത്. അപ്പോ അവർ ചൊല്ലാർ അഹം സ്വയം ജനിഷ്യെ, നാനേ അവതാരം മണ്ണറേ அப்படின்னு சொல்லி இது ഭ്രുവാണഹ அப்படி சொல்லி ബർഹിഷി തിരോദധാഹ, அந்த അഗ്നിയിலேயே ഭഗവാൻ മറഞ്ഞുട്ട്. ഇപ്പൊ ഭഗവാനക്ക് തുല്യം ഭഗവാൻ മാത്രമാണ് എന്നാലേക്കും ഭഗവാൻ അങ്ക അവതാരം മണ്ണറയും ചൊല്ലി സമ്മതിച്ച. അഥാത്വം നാഭിപ്രിയായാം മേരുദേവ്യാം, അതുക്കപ്പുറം அந்த നാഭിയോട് പത്നിയാന മേരുദേവിയില് അംശതഃ ഋഷഭാഭിധാനഃ, ഋഷഭങ്കര പേരില് അംശാവതാരമാ ഭഗവാൻ പറ. അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജന പ്രമോദഃ അഭൂഹു. ഭഗവാൻ ഞാന എല്ലാം നമ്മൾ നേരത്തെ പാർത്തില്ല. ഭഗം ഇതൊക്കെ അർത്ഥം പാർത്തു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം
അപ്പൊ അന്ത എല്ലാ ഐശ്വര്യങ്ങളും ചേർത്ത് അലോക സാമാന്യ ഗുണപ്രഭാവ സാധാരണ ലോകത്തിലുള്ള ഗുണങ്ങളാലെയും പ്രഭാവത്തിനാലെയും പ്രഭാവിതാശേഷ ജനപ്രമോദ എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഭഗവാൻ കിട്ടൊക്കെ വന്നാൽ എന്നാകും എല്ലാവർക്കും സന്തോഷമായിരിക്കും. അപ്പടിയുള്ള ഭഗവാൻ ജനിച്ചാൽ അഭൂഹു ജനിച്ചാൽ അപ്പടിന്ന് ചൊല്ലി അങ്ങ് നിർത്തറ. ഇനി എന്താ ഋഷഭനോട് ബാക്കി ചരിതം നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.